ഹലോ, ഇന്ന് ഞാൻ +2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 14 എക്സ്പെരിമെൻറ്റ്സ് ആണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഈ 14 എക്സ്പെരിമെൻറ്റ്സും പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിന് കാണുകയില്ല, പക്ഷേ മോഡൽ എക്സാമിന് വേണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഞാൻ 12 എക്സ്പെരിമെൻറ്റ്സ് പേപ്പറുകളിൽ എഴുതി അതിൽ ടാബുലാർ കോളംസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാബ് മാനുവലിൽ നിന്ന് പഠിക്കാം, പക്ഷേ ലാബ് മാനുവലിൽ കുറേ കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടെ ഒരുപാടുള്ളതുപോലെ തോന്നുന്നുകൊണ്ട് പഠിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെടുത്തത്. ഇതിപ്പോൾ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഫസ്റ്റ് വണ്ണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ ടാബുലർ കോളവും റിഫ്രാക്ഷൻ ത്രൂ പ്രിസത്തിൻ്റെ ഡയഗ്രവും പിന്നെ അതിൻ്റെ ഇക്വേഷൻ തന്ന് അതിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ലാസ്റ്റ് വാല്യൂ ഒരു 1.5 അകത്ത് കിട്ടും, അപ്പോൾ അതും എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എയിം ടു ഫൈൻഡ് ദ റിഫ്രാക്ഷൻ ഓഫ് ഗിവൺ മെറ്റീരിയൽ എന്നതാണ് ഇതിൻ്റെ എയിം. അതും പിന്നെ രണ്ടാമത് വേറൊരു എയിമാണ് ടു സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. പിന്നെ മൂന്നാമത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇതാണ് ഇതിൻ്റെ എയിം ഫ്രം ഐ ഡി കർവിൽ നിന്നുള്ളത്. ഇതിന്റെ പ്രിൻസിപ്പിൾ n = sin a + d/2 sin a/2 എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിസം എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഓരോ എക്സ്പെരിമെന്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺവെക്സ് മിറർ ആണെങ്കിൽ കോൺവെക്സ് മിററിന്റെ ഡയഗ്രം ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്, എയിം ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. പിന്നെ അതിന്റെ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ടാബ്ലറ്റ് കോളം എങ്ങനെയാണ്, അതിന്റെ വാല്യൂസ് എഴുതി അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനെയും ഞാൻ എഴുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സ്കീം നോക്കിയാൽ മതി. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സ്കീം കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ആയിട്ട് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ നോക്കി പഠിക്കാം. എനിക്കിപ്പോൾ ഫോണിൽ നോക്കി പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എഴുതി കിട്ടും. ആൻഡ് ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പോവാം. എനിക്ക് നാളെയാണ് മോഡൽ എക്സാമിനേഷൻ. അപ്പോൾ മോഡൽ എക്സാമിനേഷന് മുമ്പായിട്ട് ഞാൻ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചു. ടീച്ചർ സർട്ടിഫൈ ചെയ്ത് തന്നു. ഇനി പ്രിൻസിപ്പാളിൻ്റെ സീലും കൂടി മതി. ബാക്കിയെല്ലാം ടീച്ചർ 40 എക്സ്പെരിമെൻറ്റ്സ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഇനി മോഡൽ എക്സാമിനേഷന് കൊണ്ട് ചെല്ലേണ്ട കാര്യങ്ങളാണ്. മോഡൽ എക്സാമിനേഷൻ സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് കൊണ്ടുപോകണം. പിന്നെ ഗ്രാഫ് പേപ്പർ വേണമെന്ന് പറഞ്ഞു. മോഡൽ എക്സാമിനേഷനാണ് ഗ്രാഫ് പേപ്പർ. പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഗ്രാഫ് പേപ്പർ ഒരു പേപ്പർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ കോമ്പസ് ഞാൻ ഇതായിട്ട് വാങ്ങിച്ചതാണ്. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒറ്റ കോമ്പസ്, പിന്നെ പ്രൊട്രാക്ടർ, സ്കെയില്, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ഇറേസർ കൊണ്ടുപോകണം, പെൻസിലും കൊണ്ടുപോകണം, അത് നിർബന്ധമാണ്. ഒരു പേന, പിന്നെ കുറച്ച് പേപ്പർ വേണം. 3 പേപ്പറാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞത്, അതും കൊണ്ടുപോകണം എക്സാമിനേഷന്. പ്രാക്ടിക്കൽ എക്സാമിനേഷന് പ്രൊട്രാക്ടർ, സ്കെയില്, പിന്നെ കോമ്പസും മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ പേന, പെൻസിൽ, ഇറേസർ അത്രയും കൊണ്ടുപോയാൽ മതി. ഇനി ഓരോ എക്സ്പെരിമെൻറ്റ്സും എങ്ങനെയാണ് ചോദിക്കുന്നത് അത് ഞാൻ പറയാം. ഫസ്റ്റ് വണ്ണ് ഞാൻ ഇതിൽ നിന്നൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് സെലക്ട് ചെയ്ത് സിമ്പിൾ പെൻഡുലമാണ് ചോദിക്കുന്നതെങ്കിൽ ടു ഫൈൻഡ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് ഫ്രം LT² ഗ്രാഫ് എന്ന് ആണ് ചോദിക്കുന്നത്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ടാബുലാർ കോളത്തിൻ്റെ മുകളിലും താഴെയുള്ള കാര്യങ്ങൾ എഴുതിയതിനു ശേഷം എയിമും പിന്നെ പ്രിൻസിപ്പിളും ആണ് എഴുതേണ്ടത്. അപ്പാരറ്റസ് പിന്നെ നമുക്ക് അവിടെ എന്താണോ ഉള്ളത് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അത് എഴുതാം. പിന്നെ എയിമും പ്രിൻസിപ്പിളും ആണ് എഴുതേണ്ടത്. എയിം എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ടു ഫൈൻഡ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും എയിം. ടു ഫൈൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ്, അതാണ് നമ്മുടെ എയിം. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. അതിൻ്റെ ഇക്വേഷൻ G = 4π² L/T² ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഒരെണ്ണം വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ ഗ്രാഫിലാണെങ്കിൽ ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4π² AB/BCയും 2 ഇക്വേഷൻസ് ആണ് 4π² L/T². ഒന്ന് കാൽക്കുലേഷനിലും ഒന്ന് ഗ്രാഫിലും കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. അത് രണ്ടുമാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഗ്രാഫിൽ നിന്ന് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സ്കെയിൽ എഴുതണം. സ്കെയിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് ജെമിനിയോടോ ChatGPTയോടോ ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരും. ഇത് നമ്മൾ ഒരു ഗ്രാഫിലെ സ്കെയിൽ, ഇപ്പോൾ ഇത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഞാൻ 50, 60, 70, 80, 90 അങ്ങനെ ഒരു വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. Y ആക്സിസിൽ 1, 2, 3, 4, 5. അപ്പോൾ എക്സ് ആക്സിസ് 1 ഡിവിഷൻ സ്കെയിൽ എടുക്കുമ്പോൾ എക്സ് ആക്സിസ് 1 ഡിവിഷൻ ഈസ് ഇക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ് എക്സ് ആക്സിസിൽ ഞാൻ എടുത്തിട്ടുള്ളത്. Y ആക്സിസിൽ 1 ഡിവിഷൻ ഈസ് ഇക്വൽ ടു 1 സെൻറ്റിമീറ്റർ, 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഡിവിഷനാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇടപെട്ടാണ് ഞാൻ വാല്യൂസ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണ് സ്കെയിൽ എഴുതേണ്ടത്. പിന്നെ സൈഡിൽ ഗ്രാഫിൽ നിന്ന് കിട്ടേണ്ട ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഉത്തരം എഴുതി സെൻറ്റിമീറ്ററിന് മീറ്ററിലും ആക്കണം. പിന്നെ അത് നമുക്ക് നമ്മുടെ ടാബുലാർ കോളത്തിൻ്റെ താഴെയായിട്ട് ഗ്രാഫിൽ നിന്ന് കിട്ടിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫ് എന്ന് എഴുതി അതിൻ്റെ വാല്യൂ എഴുതി
ആക്കി വെക്കാം. പിന്നെ റിസൾട്ട് അവസാനം റിസൾട്ടും കൂടി എഴുതി കഴിഞ്ഞാൽ തീർന്നു. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട് റിസൾട്ട് ഇപ്പോൾ ടു ഫൈൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് ഫ്രം ഗ്രാഫ് എന്ന് ചോദിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫ് ആണ് റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എഴുതുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫ് എന്ന് എഴുതുക, അതിൻ്റെ വാല്യൂ എഴുതുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഓൺ ദ യൂട്യൂബ് ആൻഡ് ഐ ഡോണ്ട് നോ എനിക്ക് വ്യൂസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ബൈ.